ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിത് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇതിൽ തന്നെ യൂട്യൂബിൽ തന്നെ വേറൊരു റെസിപ്പി ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതേപോലെയല്ല, അതിലേറെ കുറച്ചുകൂടി ഒരു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കനൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടത്തോടെ കൂടി കൊടുക്കാൻ പറ്റിയത് അവർക്കും ഇഷ്ടമാവും, അതേപോലെ നമുക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യാം. പിന്നെ അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. എന്തൊക്കെയാണ് കേട്ടോ: ഒണിയന്, ചില്ലി ഫ്ലെക്സ്, ചിക്കന്, ക്യാപ്സിക്കം, ചപ്പ്, ബട്ടറിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ. അതേപോലെ സ്വീറ്റ് കോണ് ഇതാകുമ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്, ഇതാതെ വേവിച്ചെടുക്കുക. അതേപോലെ ചിക്കൻ ഞാൻ ഓൾറെഡി മുൻകൂട്ടി ഉപ്പും കുരുമുളക് പൊടി ഇട്ടുകാണ്ട് കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇതാ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താണ് എയർ ഫ്രൈയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് രണ്ട് മിനിറ്റ് ഇതാക്കി എടുക്കണുള്ളൂ. റെഡി ആയിട്ട് ഞാൻ നോക്കാം കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ, വേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 മിനിറ്റിൻ്റെ വേവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുക്ക് ചെയ്തിട്ട് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാന് ചൂടാക്കാൻ വെച്ച് ചൂടായി വന്ന പാനിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ബട്ടർ ആഡ് ചെയ്യും കേട്ടോ. മെൽറ്റായിട്ട് നമ്മൾ പൊടിയിലിട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വാടിയാൽ മതി, അധികം ആവുന്നു വേണ്ട. പിന്നെ അതേപോലെ വേവിച്ച ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്നിതായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവും, അത്രയും മതി. അതിൻ്റെ ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച സ്വീറ്റ് കോണൊന്ന് ഇതിലിടുക. അതിൻ്റെ ശേഷം ചില്ലി ഫ്ലെക്സ് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. വേണ്ട നമ്മൾ കുറച്ച് ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒക്കെ ആവശ്യത്തിന് മതി കേട്ടോ. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഓപ്ഷനാണ്, വേണമെന്നില്ല. പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഇത് ഈ ടേസ്റ്റ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി തീ ഒന്ന് ഓഫ് ചെയ്യാം. കുക്ക് ചെയ്തായി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് കോൺ റെസിപ്പി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫുഡാണ്. കിച്ചണിലെ കുറച്ച് സമയം നോക്കത്തിന് ആകെ ചൂടും പോയി. അപ്പോൾ ഇതാ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്കൊന്നൊക്കെ ഒന്ന് കൊടുത്തു നോക്കി അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കും കേൾക്കാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും.